നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. ശ്രീലങ്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ അടിയന്തര സഹായം നൽകി ഇന്ത്യൻ നാവികസേന. 1,00,000-ഓളം പേരെ ദുരിതത്തിലാക്കിയ ദിത്വ ചുഴലിക്കാറ്റിൽ 80 പേർ മരിച്ചിരുന്നു. കൊളംബോ വിമാനങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇറക്കി. തമിഴ്നാട്ടിലും കേരളത്തിലും ദിത്വയുടെ പ്രഭാവത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ത്യൻ കപ്പലുകൾ സഹായത്തിന് എത്തിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഒരാളെയെങ്കിലും ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക, അമ്മയുടെ പേരിൽ ഒരു മരം നടുക തുടങ്ങി 9 പ്രതിജ്ഞകൾ എടുക്കാൻ ഭാരതീയരോട് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1,00,000 പേരെ സംഘടിപ്പിച്ച് കർണാടകയിലെ ഉടുപ്പിയിൽ ശ്രീകൃഷ്ണമഠം സംഘടിപ്പിച്ച ലക്ഷകാന്ത ഗീതാ പാരായണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അഫ്ഗാൻകാരന്റെ വെടിവയ്പിൽ അമേരിക്കയിൽ നാഷണൽ ഗാർഡ് കൊല്ലപ്പെട്ടതിൽ അതീവ ക്ഷുഭിതനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 3ാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം എന്നേക്കുമായി നിർത്തിവെക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. യുവതിയുമായുള്ള ലൈംഗിക ബന്ധം സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി താനല്ല എന്നും ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞു. എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയാണെന്നും ഭർത്താവ് BJPയുടെ പ്രാദേശിക നേതാവാണെന്നും രാഹുൽ വാദമുന്നയിച്ചു. രാഹുലിന്റെ വിഷയം ഇപ്പോൾ 2ാം ഭാഗമുണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കേസ് മറയ്ക്കാനും തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനുമുള്ള CPM കെണിയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP അടൂരിൽ പറഞ്ഞു. സർവകലാശാലകളിൽ VCമാരെ നിയമിക്കാത്തതിൽ സുപ്രീം കോടതി ഗവർണറെ രൂക്ഷമായി വിമർശിച്ചു. ജസ്റ്റിസ് ധൂലിയാദ് സമിതിയുടെ റിപ്പോർട്ട് വിലയില്ലാത്ത കടലാസല്ല എന്ന് കോടതി പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 8% മുകളിൽ വളർച്ച സൂചിപ്പിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കിൽ 8.2% വളർച്ച സമ്പദ് വ്യവസ്ഥ നേടി. കഴിഞ്ഞ വർഷം ഇതേ സമയം 5.6 ആയിരുന്നു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 81-21-51-6829. മറ്റൊരു നമ്പർ 9074746363. ഗോവയിൽ അവസാനിച്ച രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്ത് സുവർണമയൂര പുരസ്കാരം നേടി. മേളയിൽ സിനിമയിൽ 50 വിജയവർഷങ്ങൾ പൂർത്തിയാക്കിയ രജനീകാന്തിനെ ആദരിച്ചു. ആധാർ കേന്ദ്രത്തിൽ പോകാതെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി ആപ്പ്. ഉടൻ തന്നെ ഈ സൗകര്യം സ്വന്തം മൊബൈലുകളിലൂടെ ഉപയോഗിക്കാനാകും. തിരഞ്ഞെടുപ്പ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം കൂടി ഡ്യൂട്ടി ലീവ് അനുവദിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. കേരള സംസ്ഥാന രൂപീകരണ വാർഷിക ഉത്സവത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും UAEയിലെത്തും. ഡിസംബർ 1-നുള്ള പരിപാടിക്ക് നാളെ രാവിലെ മുഖ്യമന്ത്രി ദുബായിൽ എത്തിച്ചേരും. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ റേഷൻ വിഹിതം കൂട്ടിയത് ചട്ടലംഘനമായേക്കുമെന്ന് സൂചന. വെള്ള റേഷൻ കാർഡിന് 10 കിലോയാക്കി വർദ്ധിപ്പിച്ചു. നീല കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരിയാണ് കൂട്ടിയത്. ശബരിമല പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നത് ആചാരമല്ല എന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കർശന നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.